ഞാൻ സാഗൂതം നിങ്ങളുടെ പരിചയപ്പെടുത്തലൊക്കെ വീക്ഷിക്കുകയായിരുന്നു. എല്ലാവരുടെയും സംസാരമൊക്കെ നല്ല വ്യക്തതയുണ്ട്, നല്ല ഭാഷയാണ്, കൈ ചലിക്കുന്നുണ്ട്. എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്കെല്ലാവർക്കും നല്ലപോലെ സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി സർവേശ്വരൻ നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഒരു തുടക്കക്കാർക്കുള്ള ക്ലാസ്സാണ്. സാധാരണ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഇവിടെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ മുഹമ്മദ്, അതുപോലെ തന്നെ സൈനുദ്ദീൻ സാറ് ഇവരൊക്കെ വന്നപ്പോൾ അവർക്കൊരു ചെറിയൊരു ഉൾഭയം, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നത് കാണുമ്പോൾ ഒരു ചെറിയൊരു പേടി. അപ്പോൾ പല ആളുകളും ആവശ്യപ്പെട്ടു തുടക്കക്കാർക്ക് മാത്രമായിട്ടൊരു ക്ലാസ് സംഘടിപ്പിച്ചാൽ നന്നായിരിക്കുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ രീതിയിലൊരു ക്ലാസ്സാണ്. ഒട്ടും അറിയാത്തവർ, നല്ല ഭയമുള്ളവർ, പ്രസംഗകലയുടെ ബാലപാഠങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, അവർക്കുള്ള ഒരു തുടക്കം അത് മാത്രമാണ് ഇന്ന്. അപ്പോൾ ഇവിടെ എത്തിയ നിങ്ങളെയൊക്കെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ വലിയ ആളുകൾ വലിയ നിലയിലേക്ക് എത്താൻ വേണ്ടി വലിയ ഹോട്ടലുകളിൽ വലിയ ഫീസ് നൽകിയിട്ട് വലിയ സെറ്റപ്പിലാണ് നടത്താറ്. 2000, 5000, 10,000 ഒക്കെ നൽകിയിട്ട് 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ വെച്ചാൽ നടത്താറ്. ആ ക്ലാസ്സാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ഒരു ഫീസിന് ലഭിച്ചിരിക്കുന്നത്. ഫീസ് കുറയുമ്പോൾ അതിൻ്റെ മൂല്യം കുറച്ച് കാണരുത് എന്ന് ആദ്യമായിട്ട് നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഫീസ് കൂടുമ്പോഴാണ് ആളുകൾക്ക് മൂല്യം കൂടുക. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഒരു കടയിൽ പോയാൽ സാരിയുടെ ഭംഗി തന്നെ നോക്കുക, അതിനെത്ര വില എന്നാണ്. 20,000 എന്ന് പറയുമ്പോൾ അത് മതി എന്ന് പറയും, 2,000 എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയും. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് ഏറ്റവും പ്രധാനം ക്വാളിറ്റിയാണ്, അല്ലേ? പ്രൈസ് ഈസ് ഫോർഗോട്ടൻ ബട്ട് ക്വാളിറ്റി ഈസ് റിമെമ്പേർഡ് എന്നാണ്. ഗുണം മറക്കൂല, വില മറക്കും. അപ്പോൾ ഇത് തുടക്കക്കാരാകുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും LKG കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ് എല്ലാവരും. പ്രായം കൊണ്ടും മറ്റ് വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രായം ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ ഈ പ്രസംഗകലയിൽ നമ്മളിപ്പോൾ ഇന്നൊരു ചെറിയ കുട്ടികളായിട്ട്, 1-ാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് ഇരിക്കണം. എന്നാലുള്ള നമുക്ക് ഒന്ന് കളിയും ചിരിയൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും കരച്ചിലൊക്കെ വരും. അപ്പോൾ സന്തോഷമാവാൻ, ഹാപ്പി ആവാൻ നമ്മൾ കുട്ടികളെ പോലെ ഇരിക്കും. കുട്ടികളെ പോലെ ഇരിക്കാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ആ പ്രായത്തിൽ നിങ്ങളുടെ വയസ്സ് മനസ്സിൽ കാണാം. 30 വയസ്സായ ആളുകളുണ്ടാവും, 40 വയസ്സായ ആളുകളുണ്ടാവും. അയ്യൂബ് എത്ര വയസ്സായി? 40 ഉണ്ടാവും. ആ ലാസ്റ്റ് അക്കാണ് കുറച്ചാൽ മതി. 40-ൽ 0 കുറക്കുക. അപ്പോൾ എത്ര ഉണ്ടാവും ബാക്കി? 4 വയസ്സ്. അങ്ങനെ എല്ലാവരും നിങ്ങളെ വയസ്സാണ് കുറച്ചാൽ മതി. ജോസഫ് സാർ ആ ലാസ്റ്റ് അക്കാട് കുറച്ചുള്ളി. സൈനുദ്ദീൻ സാറ് എല്ലാവരുടെയും മനസ്സിൽ വയസ്സ് കണ്ടിട്ട് ആ ലാസ്റ്റ് അക്കാട് കുറക്കുക, ഒഴിവാക്കുക. അപ്പോൾ നിയാസഫ് എത്ര വയസ്സായി? 40-ൽ 0 കുറക്ക്, 4 വയസ്സ്. യൂസുഫ് സാർക്ക് 4 വയസ്സ്. മുഹമ്മദ് ജോസ് 5, 3, 7 വയസ്സ്, 6 വയസ്സ്. 6 വയസ്സ്. അപ്പോൾ ഓക്കെ എല്ലാവരും ഇപ്പോൾ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്. 7 വയസ്സായ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വയസ്സ് കുറവുള്ള കുട്ടികളാണ്. അപ്പോൾ LKG കുട്ടി, 3 വയസ്സായ കുട്ടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മനസ്സോടെ കുട്ടികളെ പോലെ തന്നെ ഇരിക്കുക. കുട്ടികളെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആശ്വാസമായി. പിന്നെ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു ബുദ്ധിമുട്ടുമില്ല. വീട്ടിലേക്ക് അരി വാങ്ങണമെന്ന ചിന്തയോ പഞ്ചസാര വാങ്ങണമെന്ന ചിന്തയോ പച്ചക്കറി അല്ലേ കറണ്ട് ബില്ല് അടക്കണം എന്നുള്ള ചിന്തയോ ഒന്നുമില്ലല്ലോ. വലുതാകുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുട്ടികളെ പോലെ ആയോ? വയസ്സ് കുറച്ചോ? ശരിയല്ലേ? കുറച്ചില്ലേ? എന്നാന്ന് എണീറ്റിക്കലേരും ഓക്കെ, കയ്യൊക്കെ ഒന്ന് പൊക്കി, മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ എല്ലാവരും കുട്ടികളായല്ലോ, അല്ലേ? നീന്തൽ പഠിക്കണമെങ്കിൽ നമ്മൾ പുസ്തകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളത്തിലേക്ക് ഇറങ്ങി തന്നെ വേണം, നീന്തി പഠിക്കുക തന്നെ വേണം. ആ സമയത്ത് നമ്മൾ ആദ്യമാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുങ്ങി പൊങ്ങും, ചിലപ്പോൾ കുറച്ച് വെള്ളം കുടിക്കും, നമ്മൾ കയ്യിട്ടടിക്കും.
അത് പിന്നെ കുറച്ചാണ് കഴിയുമ്പോൾ അങ്ങനെ 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 ശരിയാവും. ഇതേപോലെ തന്നെ പ്രസംഗവും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, നീന്തൽ പഠിക്കാൻ പോവുകയാണ്. നീന്തൽ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ കടലിൽ പോയിട്ട് നീന്തൽ പഠിക്കുമോ? നല്ല തിരമാലകളുള്ള ആഴക്കടലിൽ പോയിട്ട് ആരെങ്കിലും നീന്തൽ പഠിക്കുമോ? ഒട്ടും അറിയാത്തവൻ പോട്ടെ, ഒഴുക്കുള്ള പുഴയിൽ പോയി നീന്തൽ പഠിക്കുമോ? അതുമില്ല. ഒട്ടും നീന്താൻ അറിയാത്തവൻ നല്ല ആഴമുള്ള ഒരു കുളത്തിൽ പോയി നീന്തൽ പഠിക്കുമോ? അതുമില്ല. പിന്നെ അവിടെ നീന്തൽ പഠിക്കാൻ, നീന്തൽ പഠിക്കണമെങ്കിൽ ഒഴുക്കില്ലാത്ത ഒരു ചെറിയൊരു അരുവി അല്ലെങ്കിൽ ചെറിയൊരു സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ ചെറിയൊരു കുളം, അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, ഇനി വീണാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഒരു അരക്കൊക്കെ വെള്ളമുള്ള ഭാഗത്ത് പോയിട്ടാണ് നമ്മൾ നീന്തൽ പഠിക്കുക. കുറച്ചൊക്കെ പടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മവിശ്വാസം വന്നാൽ പിന്നെ നമ്മൾ കുളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വെക്കും. ഒന്നും കൂടി ലെവലായി കഴിഞ്ഞാൽ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങും. നല്ല നീന്താനായിട്ട് പടിഞ്ഞാൽ മാത്രമേ അവൻ എവിടെ പോകുള്ളൂ? കടലിലേക്ക് ഇറങ്ങുള്ളൂ. ശരിയല്ലേ? ഇതേപോലെ തന്നെ പ്രസംഗവും. ഇത് ഒരു ഒഴുക്കില്ലാത്ത ഒരു ചെറിയൊരു അരുവിയാണ്. ഇത് ഒഴുകി പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കണ മാത്രമേ കാണാനുള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഇവിടുന്ന് ആദ്യം കുറച്ചങ്ങനെ ലെവലായ ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഒഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാനൊക്കെ ഉള്ള ഓഡിയൻസ് സ്കൂളിലോ മറ്റ് സംഘടനയിലോ ക്ലബിലോ ഒക്കെ ഇങ്ങനെ സംസാരിക്കണം. അവിടെയും നമ്മൾ പഠിച്ച് അവിടെ നിന്നും പേടിയൊക്കെ മാറി ഉഷാറായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി നല്ല ആഴമുള്ള പുഴയിലേക്ക് കായലിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം. ആലപ്പുഴയൊക്കെ ഉണ്ടാവും, നല്ല കായലുകളുണ്ടാവും. അവിടെയും ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മാത്രമേ ലാസ്റ്റ് എവിടെ പോകാവൂ? കടലിലേക്ക്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുള്ള വേദിയിലേക്ക് നമ്മൾ പോകാവൂ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒഴുക്കില്ലാത്ത ഒരു കുളത്തിൽ പതുക്കെ ഇങ്ങനെ തുഴയാണ്, പതുക്കെ നീന്തൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾ 2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ അറിയോ? സാധാരണ സംസാരിക്കുന്നതിൻ്റെ അതിന് വ്യത്യസ്തമായിട്ട് ആദ്യം ഒരു ആമുഖവും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപസംഹാരവും പറയാം. എന്ന പ്രസംഗമായി. ഇത് രണ്ടും ഞാൻ പഠിപ്പിച്ചു തരാം. ആ ആമുഖവും ഉപസംഹാരവും വെച്ചിട്ട് നിങ്ങളവിടെ വന്ന് പ്രസംഗിക്കണം. വിഷയം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവർക്കും പറ്റുന്ന വിഷയം തരാം, ഏത് കുട്ടിക്കും പറ്റും. അപ്പോൾ ആമുഖം ഞാൻ പറയാൻ പോവുകയാണ്. ഈ ആമുഖം ഒന്ന് കാണാതെ പഠിക്കാം. നോക്കിക്കൊള്ളി, എല്ലാവരും കാണാതെ പഠിക്കണം, മനനം ചെയ്യണം. ഞാൻ ഈ പറയാൻ പോകുന്നത് ഏത് യോഗത്തിലും അധ്യക്ഷനുണ്ടാവും. അധ്യക്ഷൻ്റെ പേരൊന്നും പറയണ്ട, ജസ്റ്റ് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെ പറയാം: ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ. ഈ ഇരിക്കുന്ന ആളുകളിലുണ്ടാവും പ്രഗത്ഭ വ്യക്തികൾ. ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നും പൊട്ടന്മാരൊന്നുമല്ല. പ്രസംഗം കേൾക്കാൻ വന്ന ആളുകളിൽ നല്ല വിവരവും കഴിവും ഒക്കെ ഉള്ള പ്രഗത്ഭരായ ഉണ്ടാവില്ലേ? അപ്പോൾ അവരെ നമ്മൾ മാനിക്കണം. ഇവിടെ വേദിയിൽ സ്റ്റേജിലും ഉണ്ടാവും നല്ല പ്രഗത്ഭരായ വ്യക്തി. അവർ 2 പേരെയും ഉൾപ്പെടുത്തി പറയാം: വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ. അപ്പം എല്ലാവരും പെട്ടു. പിന്നെ ഇതും കൂടി പറയാം: എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ആമുഖം നമുക്കിങ്ങനെ സന്ദർഭം നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടാം കുറക്കാം. വിദ്യാർത്ഥികളില്ലെങ്കിൽ അപ്പോൾ വിദ്യാർത്ഥികൾ പറയണ്ട. ചിലപ്പോൾ അതിന് പകരം അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറേ സ്ത്രീകളുണ്ടാവും, അപ്പോൾ സഹോദരിമാരെ എന്ന് പറയാം. അല്ലെങ്കിൽ പോലീസുകാരുണ്ടാവും, അപ്പോൾ നമുക്ക് നിയമപാലകരെ എന്ന് പറയാം. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ. ഒരു ഉദാഹരണം പറയാണ്. അതിൽ നിങ്ങൾ സന്ദർഭം നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടുക കുറക്കുക ചെയ്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ പഠിച്ചു നോക്കുക. ഞാൻ പറയാൻ പോവാണ്, എൻ്റെ കൂടെ പറയാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ. അതൊന്ന് പറയും. വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ പറയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അത് കാണാതെ പഠിക്കണം ഇപ്പം തന്നെ. ഒന്നുകൂടി ഞാൻ പറയാം, കേൾക്കുക. നിങ്ങൾ പറയേണ്ട കേട്ടാൽ മതി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ പ്രഗത്ഭ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതൊരു മോഡലാട്ടോ. നമ്മളിതിനെ കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇതൊരു മോഡലാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒന്ന് അയ്യൂബ് പറഞ്ഞ ആ മൈക്കിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മാത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രഗത്ഭ വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ,
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്താൾ എല്ലാവരും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, മഹത് വ്യക്തികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ്. കാരണം ഒരു പറ്റം പുകൾപ്പെട്ട ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഫൈസൽ സാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് നമ്മൾ രാവിലെ വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ മാഹിയിൽ നിന്നും വരുന്ന ആളാണ്. രാവിലെ ഇതിനു വേണ്ടി 4:15 കൃത്യം 4:15 ഞാൻ എണീറ്റു. അതിനുശേഷം എൻ്റെ മോർണിംഗ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ചു. അതിനുശേഷം 6:40 എൻ്റെ ട്രെയിൻ. 6:20 ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ബൈക്കെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ 6:35 43 ട്രെയിന്. അങ്ങനെ ഇന്ന് പതിവിന് വിപരീതമായി ട്രെയിന് 7 മിനിറ്റ് ലേറ്റ് ആവുകയും 6:50 മാഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അതിനുശേഷം ഇവിടേക്ക് വരികയും കുറ്റിപ്പുറത്ത് ഇറങ്ങുകയും കുറ്റിപ്പുറം ഇറങ്ങി അതിനുശേഷം ഞാൻ ഒരു ഹോട്ടലിൽ നിന്ന് പുട്ട് കടലക്കറി കഴിച്ചു. അതിനുശേഷം ഞാൻ വളാഞ്ചേരിയിലേക്കുള്ള ബസ്സിൽ കയറുകയും വളാഞ്ചേരിയിലെ ബസ് കയറിയ ഉടനെ നമ്മുടെ സൈനുദ്ദീൻ സാറെ വിളിക്കുകയും ഞാൻ വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ ഒന്നുകൂടി വിളിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 20 മിനിറ്റ് എടുത്ത് കുറ്റിപ്പുറത്ത് നിന്നും വളാഞ്ചേരി ബസ്സിൽ കയറി വളാഞ്ചേരിയിലെത്തി. അപ്പോൾ കൃത്യം 10 മണിയോടുകൂടി വളാഞ്ചേരിയിൽ എത്തുകയും നമ്മുടെ സൈനുദ്ദീൻ സാറെ ഒന്നുകൂടി ഞാൻ വിളിച്ചു. അങ്ങനെ അദ്ദേഹവും അയ്യൂബ് സാറും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ച് കാറിൽ, അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ഇങ്ങോട്ടേക്ക് ആരംഭിച്ചു. അങ്ങനെ ഒരു 15-20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നെടുങ്ങാട്ടൂർ എത്തി. നെടുങ്ങാട്ടൂർ എത്തി. ഇവിടെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഒരു കൃത്യം ഒരു 10:25 നമ്മളിവിടെ എത്തുകയും ആദ്യം നമ്മളിവിടെ മുന്നേ വന്ന നമ്മുടെ സഹപാഠികളെയൊക്കെ കണ്ടു വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഞാനും പരിചയപ്പെട്ടു. ആദ്യം വന്നു, പരിചയപ്പെട്ടു. ആദ്യം ഒരു സ്റ്റേജിൽ നിന്ന് കയറുമ്പോൾ ആ തുടക്ക സമയത്ത് ഒരു ചമ്മലും ഒരു ബോഡി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമെല്ലാം അനുഭവിച്ചിരുന്നു നേരത്തെ. ഇപ്പോൾ എന്താണെന്നറിയില്ല, അതിന് ഒരു 25% ഒരു കുറവ് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മണിക്കൂർ കൊണ്ട് തുടങ്ങിയിട്ട് ഇത്രയും പുരോഗതി എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. വേദികളിൽ അധികം കയറാത്തതിൻ്റെ ഒരു കുറവ് എന്തായാലും നിങ്ങൾക്ക് കണ്ടേക്കാം. എങ്കിലും ഇതൊക്കെ പരിഹരിക്കാനാവുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്നെ ശ്രമിച്ച ഇനി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വേദിയിൽ ഇനിയും സംസാരിക്കുവാനുണ്ട്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യവ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാം ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ഇന്ന് ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം പ്രസംഗം പരിശീലിക്കുക എന്ന ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ആ ഒരു സ്കില്ല് നേടുക എന്ന
കാര്യത്തിന് വേണ്ടി നാം ഇവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു യാത്രയെ വർണ്ണിക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രസംഗ വിഷയം. എൻ്റെ യാത്ര രാവിലെ ഈ ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ വളരെ ഒരു ആകാംക്ഷയായിരുന്നു. ഇവിടെ എങ്ങനെ ആയിരിക്കും, ഇവിടെ എത്രത്തോളം ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടുന്ന് യാത്ര ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ഇവിടെ എത്തുന്നത് വരെ. ഞാൻ രാവിലെ എണീറ്റു എൻ്റെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ഇങ്ങോട്ട് പുറപ്പെടുന്ന KSRTCയിൽ ഞങ്ങളെ സ്റ്റോപ്പിൽ നിന്ന് കയറി വളാഞ്ചേരി എത്തുന്നത് വരെ എനിക്ക് ആ ഒരു ഇതായിരുന്നു, ഇവിടെ എങ്ങനെയായിരിക്കും, എനിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമോ, മൈക്കിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. വളാഞ്ചേരി എത്തിയപ്പോൾ സൈനസ് സാറെ കോൺടാക്ട് ചെയ്തു. സാർ അവിടെ ഉണ്ടായിരുന്നു. സാറിൻ്റെ കൂടെ നിയാസ് സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 ഒരുമിച്ചാണ് ഇങ്ങോട്ട് കാറിൽ യാത്ര പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ ആദ്യം കയറുമ്പോഴും എനിക്കൊരു ഉൾഭയമായിരുന്നു. പിന്നെ ഫസ്റ്റായിട്ട് സാറിനെ കണ്ടു. ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. ഗ്രൂപ്പിലൂടെയൊക്കെ കണ്ട് പരിചയമുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സാർ നേരിട്ട് ആദ്യമായിട്ട് കാണാണ്. സാറ് കൈ തന്നു. അപ്പം തന്നെ എനിക്ക് പകുതിയൊരു ആശ്വാസമായി. പിന്നെ ഇവിടെ എത്തി എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ്. നല്ല ഒരു ടീം വർക്ക് പോലെ ടീം ആയിട്ട് നമ്മൾ ഈ ഒരു പരിശീലനം നേടുന്നു എന്ന ഒരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അതിന് വളരെ എനിക്ക് നന്നായി ഒരു ഉള്ളിലൊരു സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഈ പ്രസംഗം പരിശീലിക്കുക എന്നതിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ മൈക്കിൻ്റെ മുന്നിൽ വന്നു, എന്നെ പരിചയപ്പെടുത്തി. മറ്റുള്ളവരെ പോലെ തന്നെ അതിലെനിക്ക് കുറച്ചൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ലെവൽ കൂടി വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. ഏതായാലും ഞാൻ എൻ്റെ പ്രസംഗം കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം എനിക്ക് ശേഷം ഒരുപാട് വ്യക്തികളിവിടെ ഇനി പ്രസംഗിക്കാനുണ്ട്. ഇത്രയും സമയം എൻ്റെ ഈ പ്രസംഗം ശ്രവിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ടും എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്നിവിടെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞാൻ പ്രസംഗത്തിന് വേണ്ടി ഭംഗിവാദം പറയുകയില്ല. പിന്നെ ഇതിനു മുമ്പ് ഞാൻ 2 ക്ലാസ് ഇവിടെ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ LKG മുതൽ തുടങ്ങുകയാണ്, വയസ്സ് കുറഞ്ഞ അങ്ങനെയൊക്കെ നമുക്ക് പല അനുഭവമുണ്ട്. പക്ഷേ ഇതിന് മുമ്പുള്ള 2 ക്ലാസ്സുകളും പങ്കെടുത്തത് പറഞ്ഞാൽ നേരെ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ചേർത്തിയൊരു അനുഭവമായിരുന്നു. ഒന്നും പറയാൻ കിട്ടുന്നില്ല. എന്നാൽ ഇതിൻ്റെ മുമ്പ് പ്രസംഗിച്ചവർക്കൊക്കെ നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് അവരെ കൂടെ നമ്മൾ ഇന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മളൊരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഒരു പ്രസംഗിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു മനസ്സിനൊരു ധൈര്യമുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പ് ഈ ബാച്ച് ഇതേമാതിരി തുടർന്ന് പോകണമെങ്കിൽ ഒന്നുകൂടി 2-3 ക്ലാസ് കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ 7 മണിയായപ്പോൾ യൂസഫ് സാർ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കരുവാങ്കല്ല് തന്ന സ്ഥലത്ത് അവിടെ എത്താമെന്നറിഞ്ഞ് അവിടുന്ന് വന്ന് പുത്തനത്തടിക്കുന്ന ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവിടെ വളാഞ്ചേരി ജംഗ്ഷനിൽ അവിടെ ഭാഗത്തുനിന്ന് പിന്നെ ഇവിടെ ഉള്ള വേറെ 3 എല്ലാവരും കൂടി വരികയായിരുന്നു. 3 മിനിറ്റായിരുന്നു. എനിക്ക് കൂടുതലായിരുന്നു സംസാരിക്കാൻ. ഞാൻ എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഇത്രയും സമയം തന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണുള്ളത്. കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫൈസൽ സാറിൻ്റെ ബ്രൈറ്റ് അക്കാദമി വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിന്ന് സാക്ഷാത്കരിച്ചു. ഇന്ന് നമ്മളെല്ലാവരും കുട്ടികളാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ ശരിക്കും LKGയിൽ പോകുന്ന ആ പ്രായത്തിലേക്ക് നമ്മളെ ഒതുക്കിക്കൊണ്ട് ആ പ്രാരംഭ ഘട്ടമാണ് നമ്മളെ ഇന്ന് നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിഷയം ഈ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് വരുമ്പോൾ തൊട്ട് ഇവിടെ എത്തുന്നവരെയുള്ള അനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നുള്ളതാണ്. പതിവിലും നേരത്തെ ഒന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയെപ്പോലെ തന്നെ നാളെ അക്കാദമിയിലേക്ക് പോകണമെന്നുള്ള ചിന്തയായിരുന്നു ഉറങ്ങുന്നത് വരെ. നേരത്തെ എണീറ്റു, കുളിച്ച് മാറ്റി. ആദ്യം തന്നെ ഞാൻ വിളിച്ചത് കരുത്തനായ കുഞ്ഞു മുഹമ്മദ് സാഹിബിനെയാണ് വിളിച്ചു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, കരുവാങ്കലിൽ നിന്നാൽ മതി, നമ്മൾ അവിടെ നിന്ന് ഒരുമിച്ച് പോകാം. അങ്ങനെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് നേരെ കരുവാങ്കലിലെത്തി.
ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ഞാൻ ചെറിയ കാലിച്ചായൊക്കെ കുടിച്ച് ആ സമയമാകുമ്പോഴേക്കും കുഞ്ഞു മുഹമ്മദ് എത്തി. അവിടെ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിൽ കയറി ഇങ്ങോട്ട് യാത്ര പോന്നു. പോകുന്ന വഴിക്ക് പല പല ആദിയും പ്രയാസങ്ങളും വെപ്രാളൊക്കെ മനസ്സിലിങ്ങനെ ഉണ്ട്. എന്താണ്, എങ്ങനെയാണ് ഈ പ്രസംഗം, ഇവിടെ നിന്ന് എന്താ പറയുക, എങ്ങനെ പറയുക എന്നുള്ള പ്രയാസങ്ങളൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കുറേ ഇപ്പുറത്തി ഒരു ചായ കഴിച്ച് നേരെ വളാഞ്ചേരിയിലെത്തി. അവിടുന്ന് നമ്മുടെ സുമുഖനായ സൈദ് സാറെ വിളിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വളാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്, വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് വണ്ടി നിർത്തി. ഞങ്ങൾ അദ്ദേഹം കണ്ടു. ഞങ്ങൾ ബൈക്ക് എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈ അന്തരീക്ഷം കണ്ടപ്പോൾ ശരിക്കും അറിയാതെ തന്നെ ഏതൊരാളും പ്രസംഗിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് ഫൈസൽ സാർ ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കാരണം എനിക്ക് ശേഷം ഒരുപാട് പേര് ഈ വേദിയിൽ ആശംസകളും മറ്റും അറിയിക്കാനുള്ളത് കൊണ്ട് എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ പ്രഭാതം വളരെ സന്തോഷത്തോടെ ഉണർന്നെങ്കിലും അതിനേക്കാളും ഉപരി ആദ്യമായിരുന്നു. എന്താണ് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നോ അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണിത്. അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും തുടക്കത്തിലുള്ള പ്രയാസം അത് ഇന്നത്തോടെ എനിക്ക് ഇന്നത്തോടെ അല്ല, ഇതിനൊരു തുടക്കത്തിലുള്ള പ്രയാസം ഇന്ന് എനിക്കൊരു പകുതി മാറിക്കിട്ടിയിട്ടുണ്ട്. രാവിലെ എണീറ്റ് പതിവ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇറങ്ങുമ്പോൾ സാധാരണ സ്കൂളിൽ വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇറങ്ങി. വീട്ടിൽ ആർക്കും ഹസ്ബൻഡിനറിയാം ഇങ്ങോട്ടാണെന്ന്. മക്കളോടൊക്കെ സ്കൂളിൽ പോകാമെന്നുള്ളൊരു ഇതാണ് പറഞ്ഞിട്ടുള്ളൂ. മറ്റേ ഞായറാഴ്ചത്തെ ക്ലാസ്സിന് വരുമ്പോൾ മക്കൾക്കൊക്കെ അറിയാം അങ്ങനെ പ്രസംഗത്തിന് പോകാമെന്ന്. പക്ഷേ ഞാൻ ആരോടും പറയാൻ എനിക്കുള്ള അപ്പോഴും ധൈര്യം വന്നില്ല മക്കളോട് പറയാൻ. അങ്ങനെ സാധാരണ പോലെ ഇറങ്ങി ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. ബസ്സിൽ കയറി, എന്നും ഒരേ ബസ്സിലാണ് ഞാൻ വരിക. ആ ബസ് കയറി പൈസ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നെടുങ്ങോട് റോഡാണ്. എന്താ ടീച്ചർ അന്ന് സ്കൂളിൽ പോകണില്ലേ എന്ന് ചോദിച്ചു. അല്ല, അവിടെ ഒരു ക്ലാസ് ഉണ്ട്, അതിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ കയറിയിട്ടും ഓരോ ചിന്തകളായിരുന്നു. എന്താ എനിക്കൊരു മാറ്റം പ്രസംഗിക്കാനുള്ള ഭയമല്ല, എനിക്കൊരു മാറ്റം വരണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അതിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കൊപ്പം വരെ അങ്ങനെ ഓരോന്നായിട്ട് ആലോചിച്ചിരുന്ന് കൊപ്പത്ത് നിന്ന് ഇങ്ങോട്ട് വളാഞ്ചേരിക്ക് തിരിഞ്ഞപ്പോൾ ബസ്സിൽ പാട്ടിട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. മനസ്സിനൊരു ഞാൻ പാട്ടിൽ ശ്രദ്ധിക്കാമല്ലോ, അതുവരെ നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് വരെ ഞാൻ കൈപ്പുറത്തെത്തി. ഞാൻ എന്നൊരു ബസ്സിൽ വരുന്നതുകൊണ്ട് എൻ്റെ മക്കളവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. കുട്ടികളവിടെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു വിഷമമൊക്കെ തോന്നി. ഞാൻ ഇറങ്ങുമ്പോൾ ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വരാറുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ അവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പതുക്കെ ഒന്ന് പുറകിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് ഇവിടെ നെടുങ്കോട്ട് റോഡ് ഇറങ്ങിയിട്ട് ഓട്ടോക്കാരൻ ഇങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു വലിയ വണ്ടികളാണ് ലോറികളാണ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് മറിച്ച് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ ബ്രൈറ്റ് അക്കാദമിയിലേക്കാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായത് ഡ്രൈവർ ചോദിച്ചു, ക്ലാസ് എടുക്കാനാണോ പഠിക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ് എടുക്കേണ്ട ഒരു ലുക്കൊക്കെ എനിക്ക് ഉണ്ടെന്നുള്ളൊരു മനസ്സിന് തമാശ പറഞ്ഞ കേട്ടോ. അങ്ങനെ തോന്നി. അപ്പോൾ ഇന്നവിടെ ക്ലാസ് ഇല്ലല്ലോ, ഇന്നെന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇന്നവിടെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എവിടുന്നാ എന്താന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഇവിടെ എത്തി. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിയപ്പോൾ എല്ലാം പുതിയ മുഖങ്ങളാണ്. എല്ലാവർക്കും നന്നായിട്ട് പ്രസംഗിക്കാനും
നല്ലൊരു വ്യക്തിയോ ആവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ശേഷം ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ അവരുടെ വേദിയിലും സദസ്സിലുമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ ചൊവ്വാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വരാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അതിൽ വരണമെന്ന് കരുതി അങ്ങനെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. ഞാൻ പിന്നെ കഴിഞ്ഞ 2 ക്ലാസ്സിന് വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഞായറാഴ്ച അവർക്ക് വന്നത്, അന്ന് നിന്നിട്ടില്ല. അന്ന് എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് പോയി. പിറ്റത്തെ പ്രാവശ്യം വന്നിട്ട് ഒരു 4 വാക്കൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അതിൻ്റെ ശേഷം പഠിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായി. കാരണം എല്ലാവരും ഒക്കെ പ്രശ്നത്തിന് അത് നമുക്ക് വേണമല്ലോ എങ്ങനെ തോന്നുന്നത് ചെയ്യുന്നത്, കുറച്ചൊക്കെ 4 വാക്കെങ്കിലും പറയണമല്ലോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു ഉള്ളിലൊരു ധൈര്യം കിട്ടുന്നുണ്ട്. മറ്റേത് ആർക്കും ആഗ്രഹ ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയായാലും ഇന്ന് ഇവിടെ പോകാനുള്ള തയ്യാറെടുപ്പിന് രാവിലെ എണീച്ചാൽ രാവിലെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ കൃഷിയുണ്ട്, പാടം നെല്ലൊക്കെ ഇട്ടുണ്ട്. പാടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മറ്റുള്ളവർക്ക് അറിയാവും. പിന്നെ വയലിൽ നിന്നൊക്കെ പറയും, നിങ്ങളെ നമുക്കൊക്കെ അല്ലേ യസ്ബർ പാടത്തിന് അവിടെ വയലിൽ നിന്നല്ല പറയാം, ഞങ്ങളവിടെ പാടം എന്ന് പറയും, വയലൊന്നും പറയും. അവിടെയൊക്കെ പോയി അവിടെ എല്ലാം പോയി വന്ന് എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് അങ്ങനെയാണ് പോകുന്നത്. നേരെ ഒരു 9:30 മണിക്കൂർ പോന്നാൽ മതില്ലെന്ന് കരുതിയിട്ടാണ് പിന്നെ പോന്നിട്ട് ആദ്യത്തിൽ പോകുന്നില്ല. അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് നമ്മൾ വീട്ടിൽ നിന്ന്. അവരടുത്ത് സ്ഥലത്ത് വളാഞ്ചേരിയിൽ ഒരു 6 കിലോമീറ്റർ പോയാൽ മതി. നേരെ സോർട്ട് വഴിയുണ്ട്. കഞ്ഞിപ്പുര വഴിക്ക് പോകുകയെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. പിന്നെ അപ്പോൾ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ വേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. കാരണം വന്നു നോക്കുമ്പോൾ 2 വണ്ടി പഠിക്കത്തന്നെ നിൽക്കുന്നു. കാരണം ഒരാവിടെ നിന്നാണ്ട് വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ആ കറക്റ്റ് ടൈമിൽ കണക്കാക്കിയിട്ടാണ് വരും ചെയ്യുന്നത്. ഇവർ വളാഞ്ചേരി 10 മണിക്ക് പിന്നെ വരണുണ്ട്. പിന്നെ യൂസാറും മറ്റേ വളാഞ്ചേരിക്ക് എത്താമെന്നും പറഞ്ഞിരിക്കണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇവർ വന്നുകൊണ്ട് പഠിക്കാൻ നിൽക്കുന്നത്. എന്തായാലും വേണ്ടിയില്ല പഠിക്കുന്നത്. പിന്നെ എന്ത് പണിയത് ഓരോട് നിങ്ങളൊന്ന് മുറ്റത്ത് കിട്ടുമോ വണ്ടി എന്ന് ചോദിച്ചു. മുറ്റത്ത് കിട്ടുക. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ പോവുകയും ചെയ്തു. അങ്ങനെ പിന്നെ അങ്ങനെ വളാഞ്ചേരി ഇവരെ വിളിച്ചു നോക്കുമ്പോൾ അവർ അവിടെ കാത്തിട്ടുണ്ടെന്നാൽ ഒരാൾ പിന്നെ എന്തെങ്കിലും പേര് മറക്കുകയാണ്. എന്താ പേരറിഞ്ഞ് സാർ അവിടെ വളാഞ്ചേരി അവിടെ കാത്തിട്ടുണ്ട്. അവർ എൻ്റെ സ്ഥലത്ത് വന്നു പറഞ്ഞ് അങ്ങനെ വന്ന് ഞങ്ങൾ കയറിക്കാണ്ട് ഞങ്ങൾ വേറെ ഒരു കൊടുത്തോ ആരും കിട്ടണില്ല. പിന്നെ വരാനുള്ള അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ കുറച്ചുകൂടി പോകുന്നത് നിസാർ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ മറ്റേ യൂസാർ വിളിക്കേണ്ടത്. അവിടെ വളാഞ്ചേരി എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് തിരിച്ചു പോയി ഊബരെടുത്തുകൊണ്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു 2 ആൾ ഇവിടെ സ്കൂട്ടിമ്മ വന്നുകൊണ്ട് കിടക്കുന്നത്. സ്കൂട്ടിമ്മ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ബസ്സിലാണെന്നൊക്കെ എത്തിക്കുന്നത്, ബസ്സിന് ഓരോന്ന് എത്തിക്കുന്നത്. അപ്പോൾ അവരെയും ഉണ്ട്. അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ പോയി. അങ്ങനെ അവിടെ എടുത്തുകൊണ്ട് അവിടെ പോകുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഇവിടെ എത്തി, സാറിൻ്റെ ക്ലാസ്സിലെത്തി, ഇവിടെ എത്തി ഇങ്ങനെ കയറിക്കാൻ അതായത് വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ അതേമാതിരി തന്നെ ഇനി കൂടുതൽ ഒന്നും ഇപ്പം പറയാനില്ല. ഇൻഷാ അല്ലാഹ് കാരണം എനിക്ക് തന്നെ പ്രശ്നിച്ചാൽ പാടില്ല. എല്ലാവരും ഉണ്ട്, ഒരുപാട് ആളുണ്ടല്ലോ. ബാക്കിയും പിന്നെയും പ്രശ്നിക്കാൻ ആൾക്കാരൊക്കെ കൂടെ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്കൊക്കെ പ്രശ്നമുള്ള അവസരമായതുകൊണ്ട് ഞാൻ എൻ്റെ കൂടുതൽ പറഞ്ഞില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ബ്രൈറ്റ് അക്കാദമിയിൽ പേര് രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഈ വയസ്സുകാലത്ത് എനിക്കൊരു പദവി നാട്ടുകാർ തന്നിട്ടുണ്ട്. കാരണം ഈ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ബോർഡായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിലും സമൂഹ മാധ്യമങ്ങളിലും തിരഞ്ഞപ്പോൾ എനിക്ക് ആകെ കിട്ടിയതാണ്
ഫൈസൽ സാറിൻ്റെ അഡ്രസ്സും അതുപോലെ ബ്രൈറ്റ് അക്കാദമിയെ പറ്റി ഉടനെ പേര് സമയം കിട്ടിയില്ല. എന്നിരുന്നാലും ഈ അവസാനം ഒരു ഒഴിവ് പ്രത്യേക ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സമയമൊക്കെ നോക്കിയപ്പോൾ ഓക്കെയാണ്. ഉടനെ ഞാൻ പേര് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഒരുക്കങ്ങളായി, പിന്നെ ട്രെയിൻ ടൈം അന്വേഷിക്കലായി. അപ്പോൾ ഓരോരുത്തരേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ സുമുഖനായ സാറിനാണ് എനിക്ക് കിട്ടിയത്. പേര് പറ സൈനുതി. ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ അപ്പോൾ ഇവിടെ കാണാം, അവിടെ വന്ന് 10 മണിക്ക് അവിടെ എത്തിയാൽ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബന്ധപ്പെട്ട് അവസാനം നമുക്ക് ജോസാറിനെ കിട്ടി. ജോസാർ ആലപ്പുഴ ജില്ലക്കാരനാണെന്ന് വരികിലും ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. പക്ഷെ ഞങ്ങൾ അടുത്തടുത്താണ്. ഞാൻ എറണാകുളം ജില്ലയുടെ തെക്കേറ്റത്തും ജോസാറ് ആലപ്പുഴ ജില്ലയുടെ വടക്കേറ്റത്തുമാണ്. ഞങ്ങളൊരു പുഴയുടെ അക്കരെ ഇക്കരെ. അതാണ് അതിൻ്റെ വ്യത്യാസം. ആലപ്പുഴ എറണാകുളമാണ്. പക്ഷെ അങ്ങനെ ഞങ്ങൾ നേരത്തെ പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളിക്കാരനായിട്ട് ടൈമൊക്കെ പറഞ്ഞ് അപ്പോൾ ജോസാർ പറഞ്ഞ് ആദ്യം എത്തിയാണെങ്കിൽ ടിക്കറ്റ് എടുത്തോ, ഞാൻ ആദ്യം എത്തിയാണെങ്കിൽ ഞാൻ എടുക്കാം, ജോസാർ ആദ്യം എത്തിയാണെങ്കിൽ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം എത്തി, ടിക്കറ്റ് എടുത്ത് ഞങ്ങളവിടെ വെച്ച് മീറ്റ് ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ യാത്ര തുടർന്ന് പട്ടാമ്പി വന്നിറങ്ങി. അവിടം വരെ എനിക്കറിയാം. ഞാൻ മംഗലാപുരമൊക്കെ സ്ഥിരം പോകുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞുള്ള ഇതൊക്കെ ആദ്യമാണ് എനിക്ക് പുതിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ അഡ്രസ്സൊക്കെ അനുസരിച്ച് കൊപ്പം വാളാഞ്ചേരി ഇറങ്ങിയാൽ നെടുങ്കോട്ട് റോഡിൽ ഇറങ്ങുക. അവിടെ നിന്ന് ബ്രൈറ്റ് അക്കാദമിയിലേക്ക് വണ്ടിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ എത്തി. നമ്മുടെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം സഫലമായും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം എനിക്ക് ശേഷം ധാരാളം ആൾക്കാർ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ിൽ കുറേ ഗ്രൂപ്പിലുണ്ടായിക്കൊണ്ട് അപ്പോൾ ഏകദേശം 8:45 ഞാൻ മെസ്സേജ് കാണുന്നത് ചൊവ്വാഴ്ച ഒരു സ്പെഷ്യൽ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് എൻ്റെ പരിപാടികളെല്ലാം ഒറ്റ ക്യാൻസൽ. പിന്നെ ഞാൻ സ്കൂളിലെ HMനെ വിളിച്ച് ഇന്ന് ലീവാണെന്ന് പറയുകയും പിന്നെ കിട്ടിയ ട്രെയിൻ കയറി ഒറ്റ വരവുമായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ യാത്രയുടെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്കൂളിലൊരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ 9:30. അപ്പോൾ അവിടുന്ന് വേറൊരു കോളിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് അതൊക്കെ വേറെ അറേഞ്ച് ചെയ്തിട്ട് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി എൻ്റെ ലക്ഷ്യം നടക്കുക. കാരണം എനിക്ക് ഞായറാഴ്ച ഒക്കെ ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റില്ല. അപ്പം എനിക്ക് ഏറ്റവും പറ്റിയ ദിവസം ലീവാക്കി എല്ലാ പ്രോഗ്രാമും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടിയൊക്കെ മാറ്റി വെച്ചു ഈ ദിവസം. അപ്പോൾ ഞാൻ ഈ ടൈമിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ആകെ ഡൗട്ടായിരുന്നു. കാരണം ബസ്സിനൊക്കെ എത്തി ടൈം വൈകും. പിന്നെ ഞാൻ പുലാന്തമോളെത്തിയപ്പോൾ വീണ്ടും ബസ്സില്ല. പിന്നെ ഞാൻ ഒന്നും വിചാരിച്ചില്ല, ഒരൊറ്റ ഓട്ടോ എടുത്ത് ഒറ്റ വരവ് പോകുന്നു ഇങ്ങോട്ട് അവിടുന്ന്. അപ്പോഴും എനിക്ക് ഒരു 5 മിനിറ്റ് മുന്നേ ഇവിടെ എത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് എന്തൊക്കെയോ എനർജി വരുന്നു. പിന്നെ എൻ്റെ ആശയങ്ങൾ എനിക്ക് പൊതുസമൂഹത്തിൽ പറയാൻ ആകെയുള്ളൊരു സ്ഥലമാണ് ഈ മൈക്കിന് മുന്നിലിരുന്ന് ആളുകളോട് ആശയം വിനിമയം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടെ എഴുതി വെച്ച പോലെ പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ വരും. ഞാനത് അവിടുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിലൂടെ സംസാരം നടത്തിയപ്പോൾ തന്നെ എൻ്റെ പെരുമാറ്റം, കാരണം ഞാൻ എൻ്റെ വാക്കുകൾ ആലോചിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കാറുള്ള ആളുകളോട്. മറ്റേത് വായിത്തോന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ കൺട്രോൾ ചെയ്ത് സംസാരമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പ്രസംഗം മാത്രമല്ല പഠിക്കുന്ന, സ്വഭാവ മാറ്റം ഇതിലൂടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ പിന്നെ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകളും, സാർ അവിടെ ഇരിക്കുന്നു, നമ്മൾ ക്ലാസ് എടുക്കുന്നു. അത് തന്നെ ഞാൻ സ്കൂളിൽ അപ്ലൈ ചെയ്ത് നോക്കി. കാരണം സാധാരണ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ എന്തൊക്കെയാണ് കേൾക്കുന്നു, എഴുതുന്നു, പോകുന്നു. അപ്പോൾ അവർക്ക് വർക്ക് കൊടുത്തിട്ട് നമ്മൾ മാറിയിരിക്കുമ്പോൾ ഉള്ള ചേഞ്ച് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് കണ്ടറിഞ്ഞു. അതിൻ്റെ ഒരു വിജയം. പിന്നെ എനിക്ക് ശേഷം ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രവിച്ച എവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിച്ചു. നമ്മുടെ ജോസഫ് സാറൊക്കെ വളരെ ആവേശത്തോടെയാണ് ഈ പ്രായത്തിൻ്റെ ആ ഒരു
ആവശ്യതയൊന്നും മുഖത്തില്ല, നല്ല എനർജറ്റിക് ആയിരുന്നു. ഇവിടെയുള്ള ചെറുപ്പക്കാരേക്കാൾ നല്ല എനർജറ്റിക്കാണ് പ്രിയപ്പെട്ട ജോസഫ് സാർ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രസംഗം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. 3 കാര്യം ഉണ്ടായാൽ മതി. 1 ആമുഖമാണ്, 2 വിഷയമാണ്, 3 ഉപസംഹാരമാണ്. ഇതിന് മലപ്പുറം ഭാഷയിൽ പറയും അടക്കം തുടക്കം അടക്കം ഒടുക്കം. തുടക്കം അടക്കം ഒടുക്കം. ഒരു തുടക്കം വേണം, അതിൽ കുറച്ച് അടങ്ങണം, വിഷയങ്ങളൊക്കെ അടങ്ങണം, പിന്നെ ഒരു ഒടുക്കം വേണം. അത് 3 കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ നാടൻ സംസാരം പോലെ തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് നമുക്ക് പാഴ്വാക്കുകളൊക്കെയാണ് ഉപേക്ഷിച്ചിട്ട് ഒരു ചിട്ടയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസംഗമായി. അതിന് ഇത്ര വിഷമിക്കുക, പ്രയാസപ്പെടുക ഒന്നും വേണ്ട. നമ്മൾ പരിശീലിക്കുക, നിരന്തരമായിട്ടും ഇങ്ങനെ പരിശീലിക്കുക എന്നാൽ നമുക്കൊക്കെ പറയാൻ പറ്റും, ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ഞാൻ ഒന്ന് ശരിക്കിരിക്കുക. ഇനി നമ്മൾ ടീമാണ്. ഈ ടീമിലെ ആളുകളൊക്കെ അവിടെ ഇങ്ങോട്ട് വരണം. ടീം എ എവിടെയാണ്? ടീം എ ഇവിടെ, ടീം ബി ഒക്കെ ഇവിടെ. 1 2 3 4 5. ഇതിൽ 5 പേരുണ്ട്, ഇതിൽ 4 പേരുണ്ട്. ഒരാൾ ചിലപ്പം വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അവർ വന്നാൽ ഇവിടെ എടുക്കാം ഈ ടീമിൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പാത്രമുണ്ട്. ഈ പാത്രത്തിനകത്ത് ഓരോ വിഷയമുണ്ട്. പാത്രം കണ്ടോ? സിമ്പിൾ വിഷയമായിരിക്കും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ ചെറിയ വിഷയങ്ങളാണ്. 2 വിഷയം ഉണ്ടാവും അതിൽ. അപ്പോൾ 2 ടീമിൽ നിന്നും ഓരോരുത്തരെ എണീറ്റിട്ട് ഇവിടെ വരണം. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ വിഷയത്തിൽ നമുക്കറിയാവുന്ന രീതിയിൽ ഈ ടീമിനെ പറഞ്ഞ് തോൽപ്പിക്കണം. അപ്പോൾ കുറച്ച് ആവേശമൊക്കെ വേണം, ഒരു വാദപ്രതിവാദമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വിഷയം ഇപ്പോൾ സ്ത്രീ പുരുഷൻ എന്നാണ് എങ്കിൽ പുരുഷന്മാരുടെ മഹത്വങ്ങളും ഗുണങ്ങളും പ്രത്യേകതകളൊക്കെ ആ വ്യക്തി പറയണം. സ്ത്രീ എന്ന് കിട്ടിയ വിഷയം അവർ സ്ത്രീകളെക്കുറിച്ചുള്ള മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. സ്ത്രീക്കാണ് ഏറ്റവും മഹത്വം. നീ ആരെ ഏറ്റവും അധികം ബഹുമാനിക്കണമെന്ന് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ പറഞ്ഞത് നിൻ്റെ ഉമ്മയെ എന്നാണ്. 3 പ്രാവശ്യവും. 4ാം സ്ഥാനമാണ് പുരുഷന്. അപ്പോൾ ആർക്കാ മെച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്ത്രീകളുടെ മഹത്വം ആ കിട്ടിയ ഉദാഹരണം. ഇപ്പോൾ ഒരാൾക്ക് കിട്ടിയത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ദോശ അല്ലെങ്കിൽ പുട്ട്. അപ്പോൾ ദോശയുടെ മഹത്വങ്ങളൊക്കെ ആ വ്യക്തി പറയണം, ആ കിട്ടിയ വ്യക്തി. അപ്പം ദോശയല്ല പുട്ടായിട്ടവും നല്ലത് എന്ന് പറഞ്ഞ് പുട്ടിൻ്റെ മഹത്വങ്ങൾ ഉദാഹരണം പറയാട്ടോ. വിഷയം അതൊന്നും ആവില്ല, ഞാൻ ഒരു ഉദാഹരണം, വിഷയം വേറെ ആയിരിക്കാം. അപ്പോൾ കിട്ടിയവർ അത് നല്ല ഉഷാറായിട്ട് പറയണം. അപ്പോൾ ഈ ഒരു എനർജി പോരാ, ഒന്നും കൂടി എനർജി ഉണ്ടാവും. അപ്പോൾ ആ എനർജി ഉണ്ടാവാൻ ഒരു ചെറുതായിട്ട് ചെറിയ ഒരു 5 മിനിറ്റത്തെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ, ആ എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. കാരണം വിഷയം ഇത് സംവാദമാണ്. സംവാദമാകുമ്പോൾ നമ്മളിങ്ങനെ ആടി പോഞ്ഞിട്ട് പോരാ, നല്ല ഉഷാറ് വേണം. അപ്പോൾ എനർജി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു മെഡിറ്റേഷനാണ്, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ആദ്യം മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കാം. മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചാൽ മതി. ഇവിടെ വെച്ചോളൂ മൊബൈൽ, അതിന് പോകുമ്പോഴത്താൽ മതി. ഈ മേശം വെച്ചോളൂ. അതുണ്ടാകുമ്പോൾ ഇങ്ങനെ വല്ല ഫോൺ വരുന്നതൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും, ചിന്ത മാറിപ്പോവും. അല്ലെങ്കിൽ കസേരയ്ക്ക് വെച്ചോളൂ. ഈ മെഡിറ്റേഷൻ കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് സ്ട്രോങ് ആവണം, നല്ല എനർജി ഉണ്ടാവണം. ജോസി സാറ് ഉഷാറാവണം. എല്ലാവരും ഇരിക്കുക, നട്ടൽ നിവർത്തിയിരിക്കുക, 2 കൈയും തുടയിൽ വെക്കുക. ഞാൻ പറയും പോലെ ചെയ്താൽ മതി. ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചോളൂ, കണ്ണി തുറക്കരുത്. കണ്ണിന് ഞാൻ പറയുമ്പോൾ തുറക്കാവും. ഇനി മൂക്കിലൂടെ ശ്വാസം പതുക്കെ എടുത്തിട്ട്